പേരിസ് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നല്ല പടം. എന്താണ് ഇഷ്ടപ്പെട്ട പടം? പടം നല്ല ഇഷ്ടപ്പെട്ടു. ചേട്ടാ ഒരു കുടുംബ പടം തന്നെയാണ്. കുടുംബ പടം തന്നെ. എല്ലാവരും അഭിനയമൊക്കെ എങ്ങനെയുണ്ട്? അതിന് അടിപൊളി. ചേട്ടാ നല്ലൊരു അഭിപ്രായമാണ് കേട്ടോ. എങ്ങനെയുണ്ട്? നമുക്കൊരു കാണുമ്പോൾ ഒരു കണ്ണ് നിറഞ്ഞൊരു അവസ്ഥ തന്നെയാണ്. തന്നെ ഫാമിലി പടമാണ്. ഫാമിലി പടം. എങ്ങനെയുണ്ട് പടത്തെ കുറിച്ച്? നല്ല പടം, കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയ പടം. നല്ല കുഴപ്പമില്ല, നല്ല അടിപൊളി പടം. വലുതായിട്ടില്ലെങ്കിൽ ഒരു കോമഡി പിക്ചർ അത്രയേ ഉള്ളൂ. എങ്ങനെയുണ്ട് എല്ലാവരുടെ അഭിനയം? അഭിനയമൊക്കെ നന്നായിട്ടുണ്ട്. സ്റ്റോറി എല്ലാവരും കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് ഇഷ്ടപ്പെടും. ഞാൻ പറഞ്ഞല്ലോ, ഒരു എബോ ആൾക്കാർക്കേ ഇഷ്ടപ്പെടും. கதை ஒன்றும் இல்லை சார். இதில் கதை ஒன்றும் கிடையாது. ஒரு கான்செப்டில் ஒன்றும் இல்லை. பெஸ்ட்டு படம் போய் நான் போய் ஒரு அரை மணி நேரம் உறங்கி நான் അത്രയാണ്. പടം കൊള്ളില്ല. താങ്ക് യു. ഇല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അഡൽസ് ഒള്ളി പിക്ചർ പോലെയാണ് ഇത്. എല്ലാവരും ഇരുന്ന് കാണാൻ പറ്റാത്ത, ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു ടൈപ്പ് പിക്ചറാണ്. പക്ഷേ അത്ര മോശമെന്ന് പറയാനില്ല. സ്റ്റോറി ഓക്കെയാണ്, ഇപ്പോഴത്തെ കറണ്ട് സ്റ്റോറി. കോമഡി സിനിമയെന്നും പറഞ്ഞാണ് കയറിയത്. പക്ഷെ ഭയങ്കര ഒരു വെറുപ്പിക്കൽ സിനിമയാണ്. പിന്നെ എൻ്റെ ഒരു സബ്ജക്റ്റ് നമുക്ക് പുറത്തു പറയാൻ പറ്റില്ല. അമ്മാതിരത്തെ ഒരു വിഷയമാണ് സിനിമയുടെ ഇത്. അത് വെച്ച് ഒരു തമാശ രീതിയിൽ എടുത്തിട്ടുള്ളതാണ്. പക്ഷേ അത് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നുന്നു. കാരണം ഒരു ചെറിയൊരു കുഞ്ഞു പ്ലോട്ട്, പക്ഷെ അതിനെ ഇങ്ങനെ എലാബറേറ്റ് ചെയ്ത് ഒരു 2 മണിക്കൂർ നീട്ടി കാണിച്ചു. നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. ഒരു കുറേ പേര് ഒക്കെ ഉണ്ട് ആ സിനിമയിൽ. എന്തോ ഒരു കോമിക് പോലെ എടുക്കാൻ ശ്രമിച്ചു. പിന്നെ ഫുള്ള് ഡബിൾ മീനിങ്ങും ആ സിനിമയിലെ വിഷയം അതാണ്. അപ്പോൾ എന്ത് പറഞ്ഞാലും അല്ലെങ്കിൽ നമുക്കൊരു ഡബിൾ മീനിങ് വെച്ച് ഉള്ള ഒരു ഡയലോഗ്സാണ്. ശരിക്കും തമിഴ്നാട്ടിൽ നല്ല അഭിപ്രായം ഉണ്ടെന്ന് മലയാളികൾക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല. കാരണം മലയാളത്തിൽ ഒരുപാട് നല്ല സിനിമ ഇറങ്ങുന്നതല്ലേ. അപ്പോൾ ഇതൊരു തമാശ രൂപേണ എടുത്തിട്ടുള്ളതാണ്. പക്ഷേ സിനിമയ്ക്ക് A സർട്ടിഫിക്കറ്റാണ്. കാരണം ഈ ഡബിൾ മീനിങ് ഇതൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം സർട്ടിഫിക്കറ്റ് കൊടുത്തേക്കുന്നത്. പക്ഷേ നമുക്കൊന്നും എറിക്കില്ല. അതിനെ കുറേ കൂടെ നന്നായിട്ടൊക്കെ എടുക്കാമായിരുന്നു. പക്ഷേ ബോറിംഗ് ആയിപ്പോയി. 2 മണിക്കൂറിൻ്റെ അങ്ങ് വലിച്ച് നെടുക്കി അങ്ങ് കൊണ്ടുപോയാണ് സിനിമ. അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ അതിന് ഭയങ്കര ബോറിംഗ് ആയിപ്പോയി. എന്ന് പറയുമ്പോൾ ഒരു സിനിമ തുടങ്ങുമ്പോഴേ ഒരു മരണം നടക്കുന്നു. സിനിമ തീരുമ്പോൾ അതിൻ്റെ ഒരു അടക്കം നടക്കുന്നു. ഒരു ദിവസത്തെ കഥയാണ് ഒരു വീട്ടിൽ നടക്കുന്നത്. അതിനെ ഭയങ്കരമായിട്ട് വലിച്ച് നെടുക്കി അങ്ങ് ഭയങ്കര ബോറിംഗ് ആക്കി കളഞ്ഞു. വൈഭവ് റെഡ്ഡിയൊക്കെ മറ്റേ നമ്മുടെ വെങ്കട് പ്രഭുവിൻ്റെ സിനിമയിലൊക്കെ നായകനായിട്ട് പുള്ളി ആണെങ്കിൽ ഹീറോ ആയിട്ടുള്ളതിൽ ഒരാൾ പുള്ളിയാണ്. പക്ഷേ ഒരു രസമുള്ള വേഷമൊന്നുമല്ല. വളരെ മോശമെന്ന് തന്നെ പറയാം. കാരണം ഈ ഒരു വലുതായിട്ടൊന്നും അതിൽ കണ്ടൻ്റ് ഇല്ല. അതിൻ്റെ ഒരു ഇതേ ഉള്ളൂ. പിന്നെ തമിഴ് സിനിമയിൽ ഇതിനെക്കാട്ടി നല്ല തമിഴ് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. പക്ഷേ ഇത് ഭയങ്കര ബോറിംഗ് എന്ന് വേണമെങ്കിൽ പറയാം.